Hello amigo, it's 2025. Let it be another better year for you guys. So it's a new year. ഒരു മോട്ടോർ സ്പോർട്ട് എന്തൂസിയാസ്റ്റിന് പുതിയ ഒരു വർഷം വരുന്നതോടുകൂടി അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു എക്സൈറ്റിംഗ് തിങ് ഉണ്ട്. ഇറ്റ്സ് ഡാക്കാർ റാലി, ദ വേൾഡ്സ് മോസ്റ്റ് ഡേഞ്ചറസ് അഡ്വഞ്ചറസ് മോട്ടോർ സ്പോർട്ട്. ഡാക്കാർ 2025 ഈസ് ഹിയർ. ഈ ഒരു ജാനുവരി 3 സ്റ്റാർട്ട് ചെയ്ത് ജാനുവരി 17 എൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു 2025 നമ്മുടെ ഡാക്കാർ റാലിയുടെ ഷെഡ്യൂൾ വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഡാക്കാർ റാലിയെ ഒരു ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങുന്നവർക്ക് ഈ ഒരു ഡാക്കാർ റാലിയുടെ റൂട്ടും അതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള കുറച്ച് ടേംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂട്ട് മാപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു റേസിൻ്റെ ഒരു റൂട്ട് മാപ്പ് പോലെ ഒന്നും തോന്നില്ല. കുറേ ഭാഗത്ത് ലൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റാർട്ട് എവിടെയാണ്, ഫിനിഷ് എവിടെയാണ്, എങ്ങനെയാണ് റൂട്ട് വരുന്നത് എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ഇതിൽ കുറേ മാരത്തോൺ സ്റ്റേജ്, അതുപോലെ ക്രോണോ സ്റ്റേജ്, MT ക്വാർട്ടർ, സ്പെഷ്യൽ സെഷൻ, റോഡ് സെഷൻ, അങ്ങനെ ഒരുപാട് ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബേസിക്കലി ഒരു റേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ റേസസ് ഒക്കെ നമ്മൾ കാണുന്ന പോലെ ഒരു സ്റ്റാർട്ട് പോയിന്റും ഒരു എൻഡ് പോയിന്റും ഉണ്ടാവും. അതിലെ ബെസ്റ്റ് ടൈം വെച്ചിട്ടാണ് നമ്മൾ റേസ് വിന്നറെ സെലക്ട് ചെയ്യുക. ഡാക്കാർ റാലിയും അതുപോലെ തന്നെയാണ്. പക്ഷേ ഡാക്കാർ റാലി ഒരു സിംഗിൾ റേസ് ആണെങ്കിലും അതൊരു ലോങ് പീരിയഡിൽ നടക്കുന്നതാണ്. അതായത് 10 to 15 days കൊണ്ട് നടക്കുന്ന ഒരു റേസാണ്. ഇപ്രാവശ്യം ജനുവരി 3 മുതൽ ജനുവരി 17 വരെ നടക്കുന്ന ഒരു ഇത്രയും ദിവസം ഒരു സിംഗിൾ റേസാണ് നടക്കുന്നത്. പിന്നെ അതിൽ തന്നെ കുറേ സെഗ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ആകെ ടോട്ടലി കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരു 2025 ഡാക്കാർ റാലിയുടെ മാപ്പും റൂട്ടൊക്കെ എങ്ങനെ വരുന്നതൊന്നും അതിൽ കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെയാണ്. ഇറ്റ്സ് മീ റാങ്കോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡാക്കാർ റാലി 2025. ഡാക്കാർ റാലി എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ റേസ് അല്ല. ഇതിൽ വിന്നേഴ്സിന് മാത്രമല്ല ആ ഒരു റെസ്പെക്റ്റ് കിട്ടുക. ഈ ഒരു റേസ് ജസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്താൽ തന്നെ ഒരു റെസ്പെക്റ്റ്, ഒരു ബിഗർ അച്ചീവ്മെന്റ് നമ്മൾ നേടിയ ഒരു രീതിയിലാണ് ഈ ഒരു ഡാക്കാർ റാലി വരുന്നത്. അതിന് കാരണം അത്രയും ഡേഞ്ചറസും അഡ്വഞ്ചറസും ഇത്രയും എൻഡ്യൂറൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഒരു ഡാക്കാർ റാലി ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രക്കും ഒരു എന്താ പറയുക, കോമ്പറ്റേറ്റീവ് അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ഒക്കെ വേണ്ട ഒരു റേസാണിത്. ഇത് ജസ്റ്റ് ഒരു സ്പീഡ് അല്ലെങ്കിൽ ടൈം അതല്ല. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ നാവിഗേഷൻ സ്കിൽസ്, മെൻ്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ റാലി അറിയാലോ, പൊതുവെ ഓഫ് റോഡ് മരുഭൂമിയിലൂടെയുള്ള ആ ഒരു സംഭവം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടെറൈൻസ് കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് ചലഞ്ചസിനെ നേരിട്ടുകൊണ്ടാണ് ഈ ഒരു റേസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റേസ് ജസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്താൽ തന്നെ അതൊരു ബിഗർ അച്ചീവ്മെൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ നാവിഗേഷൻ ഈ ഒരു ജസ്റ്റ് റൂട്ട് മാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് റോഡൊന്നും ഇല്ലാത്ത ടെറൈനിലൂടെയാണ് ഈ ഒരു റേസ് ഉള്ളത്. അതിൽ തന്നെ മാപ്പ് എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ പേപ്പർ മാപ്പാണ് ഉണ്ടാവുക. അതിങ്ങനെ റോൾ ചെയ്തിട്ടാണ് നമ്മൾ നാവിഗേറ്റ് ചെയ്യുക. ജസ്റ്റ് ഡയറക്ഷൻസേ ഉണ്ടാവുള്ളൂ. 15 kilometer റൈറ്റ്, ദെൻ സ്ലൈറ്റ് ടേൺ ടു ലെഫ്റ്റ്, ദെൻ 20 kilometer സ്ട്രേറ്റ് അഹെഡ്, ദെൻ 20 degree ടേൺ. അങ്ങനെ ആണ് ഇതിൻ്റെ ഒരു നാവിഗേഷൻ വരിക. ചില ഭാഗത്ത് ഒരു ഇത്ര ഡിസ്റ്റൻസ്, ഒരു ഇത്ര സ്പീഡ് കീപ്പ് ചെയ്ത് ഇത്ര ടൈം പോയിട്ട് പിന്നെ അവിടുന്ന് ടേൺ. അതുപോലെ ചില ഭാഗത്ത് ഇപ്പോൾ ട്രീ, അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ഒരു ലാൻഡ് മാർക്കൊക്കെ കൊടുത്തിട്ടുള്ള നാവിഗേഷൻ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഈ ഒരു പേപ്പർ നാവിഗേഷൻ നമ്മൾ റണ്ണിങ്ങിൽ തന്നെ നാവിഗേറ്റ് ചെയ്ത് ഇങ്ങനെ പോകണം. ഇതിൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്ന് നമ്മളൊരു റോങ് ടേൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച് ഈ ഒരു ട്രാക്കിലേക്ക് കയറണമെങ്കിൽ വൻ ടാസ്ക്കാണ്. നമ്മൾ മൈൻഡ് വെച്ച് റിവൈൻഡ് ചെയ്ത് നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് മുതൽ തെറ്റി അവിടെ വരെ തിരിച്ച് അതേ രീതിയിൽ വന്നിട്ട് വീണ്ടും ഒറിജിനൽ ട്രാക്കിൽ നാവിഗേറ്റ് ചെയ്ത് പോകണം. അപ്പോൾ അത്രക്കും ഡേഞ്ചറസും ആണ്, പിന്നെ ഒരുപാട് ചലഞ്ചിങ്ങും ആയൊരു റേസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ജസ്റ്റ് ഫിനിഷ് ചെയ്താൽ തന്നെ ഒരു ബിഗർ അച്ചീവ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സൗദി അറേബ്യയിലാണ് ഇപ്പോൾ ഡാക്കാർ റാലി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈ ഒരു ഡാക്കാർ റാലി റൂട്ട് വരുന്നത് ഏകദേശം 7,700 അറൗണ്ട് കിലോമീറ്റേഴ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 3 മുതൽ 17 വരെ ജനുവരിയിലാണ് ഇതിൻ്റെ ഷെഡ്യൂൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റൂട്ട് മാപ്പ് ഞാനിവിടെ ഓവർലായിട്ട് കൊടുക്കാം. ബിഷ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ശുബയാത്ത് വരെയാണ് ഈ ഒരു ഡാക്കാർ റാലി ഉള്ളത്. ബിഷയെന്ന് സ്റ്റാർട്ട് ചെയ്ത് അൽ-ഹനാക്കിയ, അൽ-ഒല, ഹായല്, പിന്നെ അൽ ദുവാദിമി, റിയാദ്, ഹറാദ്, പിന്നെ
ശുഭയാത്ര. ഇത്രയും സ്ഥലത്തിലൂടെ പാസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സീസണിലെ റൂട്ട് മാപ്പ് വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. ആദ്യം ഒരു ചെറിയ പ്രൊലോഗ് ഉണ്ടാവും, അതിനുശേഷം സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 അങ്ങനെ 12 സ്റ്റേജുകളാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരു ക്രോണോ സ്റ്റേജ് ഉണ്ടാവും. എല്ലാ സ്റ്റേജസും 24 hour ഉണ്ടാവുക. ഓരോ സ്റ്റേജും ഓരോ ദിവസം ഓരോ സ്റ്റേജ് ആയിട്ടാണ് ഉണ്ടാവുക. പക്ഷേ ഈ ക്രോണോ സ്റ്റേജ് മാത്രം 2 day ആണ്, അതായത് 48 hour ഉണ്ടാവുക. പാർട്ട് 1 പാർട്ട് 2 പറഞ്ഞിട്ടാണ്. പാർട്ട് 1 നമ്മളൊരു 1 day ഒരു ഇത്ര ഡിസ്റ്റൻസ് പോയിട്ട് ഒരു നൈറ്റ് സ്റ്റേ ഉണ്ട്. അതൊരു 6 ലൊക്കേഷൻസിലായിട്ട് ടെൻറ്റ് അടിച്ച് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും. അവിടെ ബേസിക് മിലിറ്ററി ഫുഡും വാട്ടറും അങ്ങനെ ബേസിക് സെറ്റപ്പുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ റേസേഴ്സ് എല്ലാം തന്നെ ഡെയറോൺ ആയിരിക്കും, അതായത് മെക്കാനിക്കൽ സപ്പോർട്ടോ അല്ലെങ്കിൽ മറ്റ് പ്രോപ്പർ സ്റ്റേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ടെൻറ്റും ഇതേപോലെ മിലിറ്ററി ഫുഡ്, വാട്ടർ അങ്ങനെ ബേസിക് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മെക്കാനിക്കലൊക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. പിന്നെ പിറ്റേന്ന് രാവിലെ ടെൻറ്റ് സ്റ്റേൻ്റെ ലൊക്കേഷനിൽ നേരെ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക്. ഇതാണ് ഒരു ക്രോണോ എന്ന് പറയുന്നത്. പിന്നെ മാരത്തോൺ ഉണ്ട്. മാരത്തോൺ ഇതേപോലെ തന്നെ ഒരു ദിവസത്തെ ഒരു സ്റ്റേജിൽ കംപ്ലീറ്റ് നമ്മൾ അവറോൺ ആയിരിക്കും. ഇങ്ങനത്തെ മെക്കാനിക്കൽ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ലിമിറ്റഡ് റിസോഴ്സസ് ഒക്കെ ആയിരിക്കും. അതാണ് മാരത്തോൺ. പിന്നെ ഒരു എംപ്റ്റി ക്വാർട്ടർ എന്ന് വെച്ചാൽ ഒരു മരുഭൂമിയാണ്. ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്യൂൺ ഏരിയ, ഒരു റബൽ ഹാത്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മരുഭൂമി ഉണ്ട്. വൺ ഓഫ് ദ ലാർജസ്റ്റ് സാൻഡ് ഡെസേർട്ടാണ് ഈ ഒരു എംപ്റ്റി ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ. അതിലുണ്ടാവുന്ന ഒരു സ്റ്റേജും ഉണ്ടാവും. ഓരോ സ്റ്റേജിലും സ്പെഷ്യൽ സെക്ഷനും ഉണ്ടാവും, റോഡ് സെക്ഷനും ഉണ്ടാവും. ഈ ഒരു സ്പെഷ്യൽ സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ദാക്കാർ റേസിന്റെ ടൈം നോക്കുന്നത് ഈ ഒരു സ്പെഷ്യൽ സെക്ഷനിലാണ്. അതായത് ഇതാണ് ഒരു കോമ്പറ്റേറ്റീവ് പാർട്ട്. ഈ ഒരു സെഷനിലുള്ള ടൈമാണ് റാങ്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇത് തന്നെയാണ് മെയിൻ സെക്ഷൻ. ഈ ഒരു സെക്ഷനിലാണ് നമ്മുടെ ഡെസേർട്ടും കാര്യങ്ങളും ടെറൈൻസും സംഭവങ്ങളൊക്കെ വരിക. പിന്നെ റോഡ് സെഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ സ്റ്റേജിന്റെ ഫിനിഷിംഗ് പോയിന്റും സ്റ്റാർട്ടിംഗ് പോയിന്റും ഒക്കെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടുന്ന ആ ഒരു പാർട്ടില്ല, അതാണ് റോഡ് പാർട്ട്. ഈ ഒരു പാർട്ടിലെ ടൈം നമ്മൾ കോമ്പറ്റീഷൻ, അതായത് റാങ്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല. അത് ജസ്റ്റ് നമ്മൾ ഓടിച്ചാൽ മതി. ഇത് അധികം റോഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ടൈമും ഇതും നമ്മുടെ റാങ്കിങ്ങിനൊന്നും ഈ ടൈം യൂസ് ചെയ്യില്ല എന്നുള്ളൂ. പക്ഷെ ഇത് നമ്മൾ തന്നെ ഓടിക്കണം, പ്രോപ്പറായിട്ട് നാവിഗേറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഓടിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്. ഇനി നമുക്ക് ഈ ഒരു 2025 ദാക്കാർ റാലിയുടെ റൂട്ട് മാപ്പ് അതുപോലെ തന്നെ സ്റ്റേജസിലേക്കൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ഒരു ചെറിയ പ്രലോഗാണ് വരുന്നത്. നമ്മുടെ 3rd January ബിഷ ടു ബിഷ, ജസ്റ്റ് ഈ ഒരു 29 കിലോമീറ്ററിൻ്റെ സ്പെഷ്യൽ സെഷനാണ് വരുന്നത്. ഹൈലി ടെക്നിക്കൽ ആയിട്ടുള്ളൊരു സെഷൻ തന്നെയായിരിക്കും. ഇത് ചെറിയ സെഷനാണ്. ഇത് ശരിക്കും ദാക്കാർ റാലിയുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് ഓർഡറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രലോഗ് ഉള്ളത്. അതിനുശേഷം നമ്മുടെ 4th January സ്റ്റേജ് 1 വരുന്നത്. ഇതാണ് ശരിക്കും ഈ ഒരു ദാക്കാർ റാലിയുടെ ലോഞ്ച് വരുന്നത്. അതും ബിഷ ടു ബിഷ തന്നെയാണ്. ഏകദേശം 412 കിലോമീറ്റർ സ്പെഷ്യൽ സെഷൻ വരുന്ന ഒരു സ്റ്റേജാണിത്. ഇതിൽ അത്യാവശ്യം നല്ല വേരീഡ് ടെറൈൻസ് വരുന്ന ഒരു സ്റ്റേജാണിത്. നല്ല ടെക്നിക്കൽ സെഷൻസും ഗ്രാവൽസും അതുപോലെ തന്നെ ഫാസ്റ്റ് സെഷൻസും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ടെറൈൻസും ഒക്കെ വരുന്ന ഒരു സെഷനാണിത്. സാൻഡ് ഡ്യൂൺ ഏരിയാസ് മാത്രം ഈ ഒരു സ്റ്റേജിലില്ല, ബാക്കി എല്ലാ സംഭവങ്ങളും ഈ ഒരു സ്റ്റേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ സ്റ്റേജ് 2 വരുന്നത് 5th January 6th January കൂടെ കൂട്ടിയിട്ടാണ്, അതായത് 48 hours. ഇതൊരു ക്രോണോ സ്റ്റേജ് ആണ്. ക്രോണോ സ്റ്റേജിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ 2 സെഷനായിട്ടാണുള്ളത്. Day 1 ഒരു സെഷനും Day 2 ഒരു സെഷനും. ഇതിൻ്റെ ഇടയിൽ മിഡ്വേലായിട്ട് 6 സ്പോട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾക്ക് റെസ്റ്റ് ചെയ്യാനും ടെൻറ്റും കാര്യങ്ങളും ഫുഡും വാട്ടറും ബേസിക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ആ ഒരു മിലിറ്ററി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെക്കാനിക്കൽ അസിസ്റ്റൻസും സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. റേസേഴ്സും ഒക്കെ ദെയറോൺ തന്നെ ആയിരിക്കും. ഇതും ബിഷ ടു ബിഷ തന്നെയാണ്. നമ്മൾ ഈ ഒരു ദാക്കാർ റാലിയുടെ റൂട്ട് മാപ്പ് നോക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 8 കാണാൻ പറ്റും. സ്റ്റേജ് 1ൻ്റെ ഒരു ലൂപ്പും സ്റ്റേജ് 2ൻ്റെ ഒരു ലൂപ്പുമാണത്. പിന്നെ അതിനുശേഷം സ്റ്റേജ് 3, അതായത് 7th January സ്റ്റേജ് 3 വരുന്നത് ബിഷ ടു അൽഹനാക്കിയാണ്. അത് ഏകദേശം 496 കിലോമീറ്റർ സ്പെഷ്യൽ സെഷൻ വരുന്ന ഒരു സ്റ്റേജാണത്. ഈ സ്റ്റേജ് കമ്പാരിറ്റീവ്ലി കുറച്ചൊരു ഈസി ഗോയിങ് സ്റ്റേജാണ്. സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു ടെക്നിക്കൽ സെഷൻസ് ഉണ്ടെങ്കിലും പിന്നെ നേരെ സ്ട്രെയിറ്റ് നോർത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു സ്റ്റേജാണ്. ഈ ഒരു സ്റ്റേജിന് വേണമെങ്കിൽ ഒരു ട്രാൻസിഷൻ സ്റ്റേജ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു മരുഭൂമിയിലെ ട്രാൻസിഷനൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റേജാണിത്. അതിനുശേഷം സ്റ്റേജ് 4 8th January അൽഹനാക്കിയ ടു അൽമുല. ഇത് ഏകദേശം 415 കിലോമീറ്റർ വരുന്നുണ്ട് ഈ ഒരു സ്പെഷ്യൽ സെഷന്. ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല വേരി ചെയ്യുന്ന റോക്കി ഏരിയാസിലൂടെ ഒക്കെയാണ്. നല്ല രീതിയിലുള്ള ടെക്നിക്കൽ സെഷൻസും അതിനുശേഷം സാൻഡ് ഡ്യൂൺസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
അങ്ങനെ അവസാനം നമ്മുടെ ആ ലൂല കാനിയോൺസിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റേജ് 4 സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ 9th ജനുവരി സ്റ്റേജ് 5 വരുന്നത് അലോല ടു ഹായിലാണ്. ഏകദേശം 428 കിലോമീറ്ററിൻ്റെ സ്പെഷ്യൽ സെഷൻ വരുന്ന ഒരു സ്റ്റേജാണിത്. ഈ ഒരു സീസണിലെ മാരത്തോൺ സ്റ്റേജ് ഈ ഒരു സ്റ്റേജ് 5ലാണ് വരുന്നത്. അതായത് സ്റ്റേജ് വിത്തൗട്ട് എക്സ്റ്റേണൽ അസിസ്റ്റൻസ്, അതുപോലെ തന്നെ ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും. ഈ ഒരു സ്റ്റേജിൽ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള സാൻഡ് സെഷൻസും സാൻഡിൽ തന്നെ കുറച്ചും കൂടെ ടെക്നിക്കൽ ആയിട്ടുള്ള സെഷൻസും അതുപോലെ തന്നെ കുറച്ച് കാനിയോൺ ട്രാക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനുശേഷം 10th ജനുവരി റെസ്റ്റ് ഡേ ആണ് വരുന്നത്. അവരുടെ മെക്കാനിക്കൽ സംഭവങ്ങളും റെസ്റ്റിങ്, വണ്ടിയുടെ ഒക്കെ ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നൊരു ഡേ ആണ് റെസ്റ്റ് ഡേ. അതിനുശേഷം നമ്മുടെ സ്റ്റേജ് 6 11th ജനുവരിയിൽ സ്റ്റേജ് 6ൽ വരുന്നത് ഹൈല ടു അൽദുവാദിമി വരെയാണ്. ഏകദേശം 606 കിലോമീറ്റർ സ്പെഷ്യൽ സെഷൻ വരുന്ന ഒരു സ്റ്റേജാണിത്. അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. ഇതിലും 2 സെക്ഷനായിട്ടാണ് മാപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ നല്ല റോക്കി ആയിട്ടുള്ള നല്ല ടെക്നിക്കലി വേരി ചെയ്യുന്ന രീതിയിലുള്ള സെഷനാണ്. സെക്കൻഡ് പാർട്ടിൽ ഫുള്ള് നല്ല ലോങ് ആയിട്ടുള്ള സാൻഡ് ഡ്യൂൺസും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് എൻഡ്യൂറൻസ് ഒക്കെ വേണ്ടി വരുന്ന ഒരു സെഷനാണ് ഈ ഒരു സ്റ്റേജ് 6. അതിനുശേഷം നമ്മുടെ 12th ജനുവരി സ്റ്റേജ് 7 വരുന്നുണ്ട്. സ്റ്റേജ് 7 ഒരു ലൂപ്പ് സ്റ്റേജ് ആണ്. അതായത് അൽദുവാദിമിയിൽ നിന്ന് തുടങ്ങിയിട്ട് അൽദുവാദിമിയിൽ തന്നെ എൻഡ് ചെയ്യുന്ന രീതിയിലുള്ളൊരു 460 കിലോമീറ്റർ സ്പെഷ്യൽ സെക്ഷൻ വരുന്ന ഒരു ലൂപ്പ് സെക്ഷനാണ് ഈ ഒരു സ്റ്റേജ് 7. അത്യാവശ്യം നല്ല സാൻഡ് ഏരിയയും ഫാസ്റ്റ് സെഷൻസും ടെക്നിക്കൽ സെഷൻസും അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെറൈൻസും അങ്ങനെ എല്ലാ വിധത്തിലുള്ള ദാക്കാർ റാലിയുടെ ഇൻഗ്രീഡിയൻസും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു സ്റ്റേജാണ് ഈ ഒരു സ്റ്റേജ് 7. പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ 13th ജനുവരി സ്റ്റേജ് 8 വരുന്നത് അൽദുവാദിമി മുതൽ റിയാദ് വരെയാണ്. ഏകദേശം 485 കിലോമീറ്റർ സ്പെഷ്യൽ സെക്ഷൻ വരുന്ന ഒരു സ്റ്റേജാണിത്. ഈ ഒരു സ്റ്റേജ് 8ഉം ഏറെക്കുറെ നമ്മുടെ സ്റ്റേജ് 7ൻ്റെ ആ ഒരു സെയിം എക്സ്പീരിയൻസ് തരുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റേജും റൂട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റേജ് 6, 7 അതേപോലെ തന്നെ സ്റ്റേജ് 8 ഈ ഒരു 3 സ്റ്റേജസ്, അതായത് റെസ്റ്റ് ഡേ കഴിഞ്ഞ ഉടനെ ഉള്ള 3 സ്റ്റേജസ് ആയിരിക്കും ഈ ഒരു 2025 ദാക്കാർ റാലിയിലെ മെയിൻ ഹൈലൈറ്റ് വരുന്ന സ്റ്റേജസ്. അതിനുശേഷം സ്റ്റേജ് 9 14th ജനുവരിയിൽ സ്റ്റേജ് 9 റിയാദ് ടു ഹറാൾ വരെയുള്ള 357 കിലോമീറ്റർ സ്പെഷ്യൽ സെക്ഷൻ വരുന്നൊരു സ്റ്റേജാണ് നമ്മുടെ സ്റ്റേജ് 9 വരുന്നത്. ഈ ഒരു സ്റ്റേജും കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി സിംപിളർ ആയിട്ടുള്ള ഈസിയർ ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. അതിനുശേഷം 15th ജനുവരി സ്റ്റേജ് 10ലാണ് നമ്മുടെ എംറ്റി ക്വാർട്ടർ വരുന്നത്. അതായത് വാസ്റ്റ് ആയിട്ടുള്ള ഡെസേർട്ട് റബുൽ ഖാലി എന്ന് പറയുന്ന വാസ്റ്റ് ആയിട്ടുള്ള ഒരു സാൻഡി ഡ്യൂൺ ഡെസേർട്ടാണ് എംറ്റി ക്വാർട്ടർ വരുന്നത് ഈ ഒരു ശുഭയാത്തിൽ തന്നെയാണ്. അവിടെ ചെറിയൊരു ലൂപ്പായിട്ട് തന്നെയാണ്. ഏകദേശം 123 കിലോമീറ്റർ സ്പെഷ്യൽ സെഷൻ വരുന്ന ഒരു ചെറിയ ലൂപ്പായിട്ടാണ്. ഇതിൽ അത്യാവശ്യം നല്ല സാൻഡി ആയിട്ടുള്ള ഒരു ടെറൈൻ ചലഞ്ച് തന്നെയാണ് ഈ ഒരു സെഷനിൽ വരുന്നത്. നാവിഗേഷനും എൻഡ്യൂറൻസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആവശ്യമുള്ള ഒരു സ്റ്റേജാണിത്. ഇത് ശരിക്കും കുറച്ചുകൂടെ ബിഗ്ഗർ ആയിട്ടുള്ള ഒരു 11th സ്റ്റേജിന് ഒരു ചെറിയ റിഹേഴ്സൽ അല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്റ്റേജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് സംതിങ് ബിഗ് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ സെഷൻ ഉണ്ടാവില്ല, അതുപോലെയാണ് ഈ ഒരു സ്റ്റേജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം 16th ജനുവരി സ്റ്റേജ് 11ഉം ഈ ഒരു ശുഭയാത്തിൽ തന്നെയാണ് ലൂപ്പായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 321 കിലോമീറ്റർ സ്പെഷ്യൽ സെഷൻ വരുന്ന രീതിയിലുള്ള റൂട്ടാണ് ഈ ഒരു സ്റ്റേജിൽ വന്നിട്ടുള്ളത്. ഇതും എംറ്റി ക്വാർട്ടറിൽ തന്നെയാണ് വരുന്നത്. അത്യാവശ്യം ചലഞ്ചിങ് ആയിട്ടുള്ള ഡ്യൂൺസും സാൻഡി ഏരിയാസും ഒക്കെ ഉള്ള ഒരു സെഷൻ തന്നെയാണ്. ഈ ഒരു സെഷനിലൊക്കെ ഈ ഒരു സ്റ്റേജ് 11-12 സെഷനിലായിട്ട് നമ്മുടെ റാങ്കിങ്ങിലൊക്കെ നല്ല രീതിയിൽ ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. ആ രീതിയിലാണ് റൂട്ടെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ദാക്കാർ റാലിയുടെ ഫൈനൽ ഡേ, അതായത് 17th ജനുവരി സ്റ്റേജ് 12ഉം ശുഭയാത്തിൽ തന്നെ ഒരു ലൂപ്പായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 62 കിലോമീറ്റർ മാത്രം സ്പെഷ്യൽ സെഷൻ വരുന്ന ഒരു ഡേ ആണ്. ഇതായിരിക്കും ദാക്കാർ റാലിയുടെ ഫിനിഷിംഗ് പോയിന്റ് ഒക്കെ വരുന്ന സ്റ്റേജ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ആ ഒരു റാലിയുടെ ട്രഡീഷനൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മാസ് സ്റ്റാർട്ടും അതുപോലെ തന്നെ ഒരു ഫൈനൽ ബിവോക്ക് ഫിനിഷൊക്കെ ഈ ഒരു സ്റ്റേജ് 12 നമുക്ക് കാണാൻ പറ്റും. ഇതും എംറ്റി ക്വാർട്ടറിൽ തന്നെയാണ് നടക്കുക. അപ്പോൾ അവസാനത്തെ 3 സ്റ്റേജ് 10ഉം 11ഉം 12ഉം എംറ്റി ക്വാർട്ടറിലാണ് നടക്കുന്നത്. അതായത് സാൻഡി ഡ്യൂൺ വരുന്ന വാസ്റ്റ് ഡെസേർട്ട് ഏരിയയിലാണ് ഈ ഫൈനൽ 3 സ്റ്റേജസും നടക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു 2025 ദാക്കാർ റാലിയുടെ മാപ്പും സ്റ്റേജസും കാര്യങ്ങളൊക്കെ.
കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം നമ്മുടെ റാലി 2 സെഷനിൽ നമ്മുടെ ഹരിത് നോവയാണ് വിന്നറായിട്ടുണ്ടായിരുന്നത്. പുള്ളി ശരിക്കും നമ്മുടെ മലയാളികൾക്കൊരു അഭിമാനമായൊരു താരമായി മാറിയിരുന്നു കഴിഞ്ഞ ഈ ഒരു ഒറ്റ ഇയർ കൊണ്ട് തന്നെ. കാരണം ശരിക്കും അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ലെവൽ മോട്ടോർ സ്പോർട്സിൽ അധികം മലയാളികളൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, വിരലിലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. അങ്ങനെ അതിലൊരു ആളായിട്ട് കഴിഞ്ഞ കൊല്ലം നമുക്ക് ഈ ഒരു ഹരിത് നോവനെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വർഷവും അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും പ്രാവശ്യവും ഒരു നല്ല ഒരു റിസൾട്ട് തന്നുകൊണ്ട് നമ്മുടെ മലയാളികൾക്ക് വീണ്ടും ഒരു അഭിമാനമായി മാറട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഡാക്കർ റാലിയിൽ അങ്ങനെ ഒരുപാട് റേസേഴ്സിനൊന്നും എനിക്കും വലിയ പരിചയമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് കഴിഞ്ഞ കൊല്ലം മുതൽ ഫോളോ അപ്പ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഒരു വർഷം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഡാക്കർ റേസേഴ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹലോ ഹബീബി, come to Saudi for Dakar 2025. It's me, Franco, signing out. Bye bye.